Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടെക് ന്യൂസ് അപ്ഡേറ്റ് ആണ്. കുറച്ചധികം വാർത്തകൾ ഒറ്റ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കും. നേരെ വീഡിയോ. ഹായ്, ഗാലക്സി M21 ആദ്യത്തെ ടെക് ന്യൂസ്. M21ന്റെ പ്രൈം എഡിഷൻ വരാൻ പോവാണ്. വലിയ കാര്യമായ ചേഞ്ച് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. M21 തന്നെയായിരിക്കും. എന്തായാലും ചെറിയ ചെറിയ ചേഞ്ച് ഒക്കെ വരുത്തി ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഇറക്കുന്നത് ഇപ്പോൾ പതിവാണ്. അതുകൊണ്ട് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും അതിനകത്ത് വെക്കാനില്ല. എന്തായാലും M21 പ്രൈം എഡിഷൻ ഒരു ഫോൺ കൂടി വരുന്നുണ്ട്. വേണമെങ്കിൽ ലേറ്റസ്റ്റ് സാംസങ് ഫോൺ വാങ്ങിക്കണം എന്നുള്ളവർക്ക് അത് നോക്കാം. ആമസോൺ പ്രൈം ഡേയിലായിരിക്കും ഈ പ്രൈം എഡിഷൻ വരാൻ പോകുന്നത്. ഇനി അടുത്തൊരു കാര്യം, സാംസങ്ങിന്റെ ഗാലക്സി അൺപാക്ക് ഇവന്റ് ഓഗസ്റ്റ് 11 ആണെന്നാണ് കേൾക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണോ അറിയില്ല. എന്തായാലും ആ ഒരു ടൈമിൽ അൺപാക്ക് ഇവന്റ് ഉണ്ടായിരിക്കും. അതിനകത്ത് നമുക്ക് ഗാലക്സി ഫോൾഡ് 3 വരുന്നുണ്ട്, ഫ്ലിപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗാലക്സി ബഡ്സ് 2 ഒക്കെ വില നോക്കി കഴിഞ്ഞാൽ ബഡ്സ് 2 പ്രോയേക്കാൾ കുറവ് തന്നെയായിരിക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളെല്ലാം അൺപാക്ക് ഇവന്റിൽ വരുന്നുണ്ട്. അത് കൂടാതെ A22 5G എന്നൊരു ഫോണും സാംസങ്ങിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. താമസിയാതെ ലോഞ്ച് ഡേറ്റ് അറിയാൻ പറ്റും. അറിയുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം, F22 ഇപ്പോൾ ഇതുവരെ ഇറങ്ങിയുള്ള സാംസങ് ഫോണുകളിൽ ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും മികച്ച സാംസങ് ഫോൺ, ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള ഫോൺ, മികച്ച ക്യാമറയുള്ള ഫോൺ, അങ്ങനെ എല്ലാം കൊണ്ടും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടാവുന്ന നല്ലൊരു സാംസങ് ഫോൺ. അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്, മറക്കാതെ കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുക്കാം. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സാംസങ് ഫോണിൽ ഇഷ്ടപ്പെടുന്നവർ, ബഡ്ജറ്റ് റേഞ്ചിലെ ഫോണിൽ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഇതിന്റെ സെയിൽ 13 അതായത് ഇന്നാണ് ആരംഭിക്കുന്നത്. സോ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണ്ടവർ പർച്ചേസ് ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം, OnePlusന്റെ ഭാഗത്ത് നിന്ന് OnePlus പാഡ് വരാൻ പോകുന്നുണ്ട്. അതിന്റെ ഒരു ലുക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ജസ്റ്റ് ലുക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. OnePlus Nord 2ന്റെ ഫ്രണ്ട് ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. 90 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണെന്നാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല. ബട്ട് എങ്കിലും അതിന്റെ ഒരു ഫ്രണ്ട് ലുക്ക് ഈ രീതിയിലാണ് ഉണ്ടായിരിക്കുക. നല്ലൊരു ഡിസ്പ്ലേയും ക്വാളിറ്റിയും ഒക്കെ ആയിട്ടാണ് OnePlus Nord 2 വരുന്നതെന്നാണ് കേൾക്കുന്നത്. MediaTekന്റെ 1200 എന്ന പ്രൊസസർ കൂടിയാണ്. സോ ഒരു നല്ല പ്രൊസസറും നല്ല ഡിസ്പ്ലേ സെറ്റപ്പും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ അടക്കം എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എങ്ങനെ ഉണ്ടാവും പ്രൈസ്? അതാണ് നമുക്ക് ഇനി അറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നമുക്ക് ലോഞ്ച് വരെ വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം, Realme ലാപ്ടോപ്പ് വരാൻ പോകുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഇന്റൽ കോർ i3 i5 11th ജനറേഷൻ, ഫിംഗർ പ്രിന്റ് സെൻസർ, അതേപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്ക്, 2 USB ടൈപ്പ് C സ്ലോട്ട്, ടൈപ്പ് A സ്ലോട്ട് ഒരെണ്ണം, വിൻഡോസ് 10 വിൻഡോസ് 11ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ Realme ലാപ്ടോപ്പ്. ഇനി അടുത്തൊരു കാര്യം, ടെക്നോയുടെ പോവ 2 അങ്ങനെ ഒരു ഫോൺ താമസിയാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഫുൾ HD+ LCD ഡിസ്പ്ലേ, 6.9 ഇഞ്ചാണ് സൈസ് വരുന്നത്. 180 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും G85 എന്ന പ്രൊസസറും ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. 7000 mAh ബാറ്ററിയും 18 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആയിരിക്കും ഈ ഫോൺ ഉണ്ടാവുക. ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നൊരു ഫോണാണെന്നാണ് കേൾക്കുന്നത്. സോ ടെക്നോ ഫോണുകൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ നല്ലൊരു ഫോണായിട്ട് മാറിയേക്കാം ബാറ്ററി ലൈഫിന്റെ കാര്യത്തിൽ. ഇനി അടുത്തൊരു കാര്യം, BGMI ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പുതിയ അപ്ഡേറ്റ് തന്നെയാണ് ഇതിൽ വരാൻ പോകുന്നത്. 1.5.0 പുതിയ അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. ഇന്ന് 13 വൈകിട്ട് 7:30 മണിക്കാണ് ഇതിന്റെ ഒരു ലോഞ്ച് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ടൈമിന് തൊട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. അപ്ഡേറ്റ് ചെയ്യും, എന്തായാലും എല്ലാവരും ചെയ്യും. കാരണം പുതിയ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു അപ്ഡേറ്റോടുകൂടി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ M249 പോലുള്ള ഗണ്ണുകൾ നമുക്കിനി എയർ ഡ്രോപ്പിലായിരിക്കില്ല. ഔട്ടർ ഗ്രൗണ്ടിൽ പുറമായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഇഷ്ടം പോലെ കിട്ടുമെന്നാണ് പറയുന്നത്. പകരം എയർ ഡ്രോപ്പിലേക്ക് അതിന് പകരമായിട്ട് വരാൻ പോകുന്നത് LMG, ഒരു ലൈറ്റ് മെഷീൻ ഗൺ തന്നെയാണ്. MG3 എന്ന് പറയുന്ന ഒരു ഗണ്ണായിരിക്കും ഇനി എയർ ഡ്രോപ്പിൽ M249 പകരമായിട്ട് വരിക. അതേപോലെ ഹീലിംഗ്, മറ്റ് ഐറ്റംസ് ഒക്കെ നമുക്ക് എറിഞ്ഞു കൊടുക്കാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ക്രൗഞ്ച്, നമ്മളിങ്ങനെ താഴ്ന്ന ഒരു സംവിധാനം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി സ്പീഡ് മൂവ്മെന്റ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. സോ അതും കുറച്ച് അഡ്വാൻസ്ഡ് ആയ കാര്യം തന്നെ. ഗൺ ചേഞ്ച്, ഒരു ബുള്ളറ്റ് തീർന്നു കഴിഞ്ഞാൽ ഗണ്ണ് നെക്സ്റ്റ് ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ചെയ്ത് ഫയർ ചെയ്യുമെന്നാണ് പറയുന്നത്. ആ രീതിയിലുള്ള ഒരു അപ്ഡേറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയില്ല. എന്തായാലും അത് ഞാൻ ചെക്ക് ചെയ്തില്ല എന്ന് പറയാൻ കാരണം ഓൾറെഡി PUBGയിൽ ഇത് അവൈലബിൾ ആണ്. BGMIയിലേക്കാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും അപ്ഡേറ്റ് കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയ മാറ്റങ്ങളായിട്ടാണ് വരുന്നത്. പിന്നെ ഇഗ്നിഷൻ മോഡ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് മോഡും ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് എറാങ്കിൾ മാപ്പിലാണ് വരുന്നത്. ബട്ട് അത് സെപ്പറേറ്റ് എൻട്രി കൊടുത്തുകൊണ്ട് സെപ്പറേറ്റ് മാപ്പായിട്ടായിരിക്കും വരിക. എറാങ്കിൾ തന്നെ, ബട്ട് അത് സെപ്പറേറ്റ് ആയിരിക്കും. അതിനകത്ത് ട്രെയിനും അതേപോലെ തന്നെ ട്രെയിൻ സർവീസും ഒക്കെ ഉണ്ടായിരിക്കും. അതേപോലെ ട്രക്കുകൾ ഉണ്ടായിരിക്കും. ട്രക്കിന് നമുക്ക് തകർത്താൽ ലൂട്ട് കിട്ടുന്ന സംവിധാനമുണ്ട്. പിന്നെ എയറിലൂടെ പോകുന്ന ബൈക്ക്, അതായത് ഗ്രാവിറ്റി ലെസ് ബൈക്ക്, ആ രീതിയിലുള്ള ബൈക്ക്, അത് വെള്ളത്തിലൂടെയും കരയിൽ കൂടെയൊക്കെ പോകുന്ന തരത്തിലുള്ള ബൈക്ക് സംവിധാനങ്ങൾ, അങ്ങനെ കുറെ അധികം അഡ്വാൻസ്ഡ് ആയ സിറ്റികളും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഓവറോൾ അഡ്വാൻസ്ഡ് ആയ ഒരു മാപ്പാണ് ഇഗ്നിഷൻ മാപ്പ് എന്ന് പറയുന്നത്. ഈ പേലോഡ് മോഡ് ഒരു സെപ്പറേറ്റ് മാപ്പ് ഉള്ള പോലെ തന്നെ ഇതും ഒരു സെപ്പറേറ്റ് സംവിധാനം. വേണമെങ്കിൽ നിങ്ങൾക്ക് കളിച്ച് നോക്കാം. റാങ്ക്ഡ് ആണ് പക്ഷേ.
സോ എന്തായാലും ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുമായിട്ട് BGMIയുടെ 1.5.0 വരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 7:00 അതിന്റെ ടൈം എന്നാണ് ഒഫീഷ്യലി അവരുടെ സൈറ്റിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം, ഓപ്പോ റെനോ 6 5G 6 പ്രോയുടെ കാര്യം ഞാൻ മുമ്പേ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഇതിന്റെ ഇമേജും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ നാളെ വരുന്നുണ്ട്, കൃത്യമായിട്ട് കണ്ടു നോക്കുക. അടിപൊളി സംഭവം. ഒരു 3 മണി സമയത്തായിരിക്കും അൺബോക്സിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ കണ്ടു നോക്കാൻ മറക്കണ്ട, അടിപൊളി ഫോണാണ്. ഇത് 6 Pro 5G ആണ്. 6ന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 900 എന്ന പ്രോസസ്സറാണ് ഉണ്ടായിരിക്കുക. 8GB റാമും 4200 mAh ബാറ്ററിയും 7.59 തിക്നെസ്സും 182 ഗ്രാം വെയിറ്റും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. NFC സംവിധാനങ്ങൾ അടക്കം വരുന്ന ആ ഒരു ഫോണിന് 30,000-33,000 രൂപ റേഞ്ചിലാണ് പ്രൈസ് പറയുന്നത്. 6 പ്രോയിലേക്ക് വരുമ്പോൾ 40-42 രൂപ 43 രൂപ റേഞ്ചിൽ വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കൃത്യമായ പ്രൈസ് എനിക്ക് ഇപ്പോഴേക്ക് അറിയില്ല, അത് നാളെ അവർ അനൗൺസ് ചെയ്ത് നമ്മൾ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും 3:15 നമ്മുടെ വീഡിയോ വരുന്നുണ്ട്, കണ്ടു നോക്കാൻ മറക്കണ്ട. ഇനി അടുത്തൊരു കാര്യം, iQOO 7 ലെജൻഡ് ഒക്കെ നമുക്കറിയാം, അടിപൊളി ഫോണുകളായിരുന്നു. iQOO 8 വരാൻ പോകുന്നതാണ് കേൾക്കുന്നത്. സോ ഓൾറെഡി നല്ല ഒരു ഇംപ്രഷനാണ് ആ ഫോണുകൾ നമുക്ക് യൂസ് ചെയ്ത ഓരോരുത്തർക്കും എന്നുള്ളത്. റിവ്യൂ ചെയ്ത മലയാളത്തിൽ തന്നെ റിവ്യൂ ചെയ്ത എല്ലാവരും പറയുന്നത് അതൊരു അടിപൊളി ഓപ്ഷൻ ആയിരുന്നാണ്. എനിക്കും അത് അഗ്രസീവായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. സംഭവം അടിപൊളി ഫോണായിരുന്നു. അതിന്റെ അടുത്ത ജനറേഷൻ iQOO 8 താമസിയാതെ ലോഞ്ച് ചെയ്യും. അതിന്റെ ലീക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും iQOO 8 എന്ന്. അതിന്റെ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും കൃത്യമായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല, റൂമേഴ്സ് ആണ്. എങ്കിലും 18-ാം തീയതി, ഓഗസ്റ്റ് 18-ാം തീയതി ഇതിന്റെ ലോഞ്ച് ഉണ്ടാവുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ലീക്ക് വന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം, റിയൽമിയുടെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ ഫോൺ വരാൻ പോകുന്ന ഒരു പുതിയ സീരീസ് 7000 mAh ബാറ്ററി ഉള്ള സീരീസ് ആണ് വരുന്നത്. സാംസങ്ങിന്റെ ഫോണുകൾ നമ്മൾ കണ്ടല്ലേ, 7000 mAh ബാറ്ററി ഉള്ള ഫോണുകളൊക്കെ ഇവരും കൊണ്ടുവരാണ്. 7000 mAh വലിയ ബാറ്ററി ഉള്ള ഫോണുകൾ. ബട്ട് ഇവരുടെ ഫോണുകൾ പൊതുവെ സ്ലിം ലൈറ്റ് വെയിറ്റ് ഒക്കെ ആക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കാറുണ്ട്. 7000 mAh ബാറ്ററി വെച്ച് വരുമ്പോൾ ഇവർ എങ്ങനെ സ്ലിം ആക്കും നമുക്ക് നോക്കാം. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയ ഘടകങ്ങളാണ് റിയൽമി കൊണ്ടുവരാൻ പോകുന്നത്. ഇനി അടുത്തൊരു കാര്യം, ഷവോമിയുടെ ചാർജർ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ വന്നിട്ടുണ്ട്. വില 1999 രൂപയാണ്. സോ നിങ്ങൾക്ക് ഒരു നല്ല ഫാസ്റ്റ് ചാർജർ വാങ്ങിക്കണം, ഷവോമിയെ വിശ്വാസമാണ്, ഷവോമിയുടെ ചാർജർ വാങ്ങിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നോക്കാം. അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ലൊരു ചാർജർ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു കാര്യം, നത്തിങ് എന്ന ബ്രാൻഡ് അവർ ഒരു പുതിയ ഇയർബഡ് കൊണ്ടുവരാൻ പോകുന്നതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ വില 4999 ആണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസിന് നത്തിങ്ങിന്റെ ഇയർബഡ് വരുന്നുണ്ട്. അതിനകത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലിംഗ് ഒക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്നൊക്കെ അവർ പറയുന്നു. നമുക്ക് നോക്കാം, എന്തായാലും വരട്ടെ അല്ലേ. സോ അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ കുറച്ച് ചെറിയ ടെക് അപ്ഡേറ്റുകൾ. കൂടുതൽ ടെക്നോളജി വാർത്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോകളിൽ വരാം. അതിനിടയ്ക്ക് നേരത്തെ ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുള്ളവർ നമ്മുടെ സോഷ്യൽ മീഡിയാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ട്വിറ്ററൊക്കെ ഫോളോ ചെയ്താൽ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ ഇതിലത്തെ പല ഇൻഫർമേഷൻ നമ്മൾ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലോ അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഓൺ ടൈമിന് അപ്ഡേറ്റ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയാസ് മറക്കാതെ ഫോളോ ചെയ്യുക. ഈ രീതിയിൽ അപ്ഡേറ്റ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.